ഇപ്പോൾ UDF യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് കൺവീനർ PP തങ്കച്ചൻ തത്സമയം. മണ്ഡലങ്ങളിൽ നല്ല ലീഡ് കിട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും 23,000 വോട്ട് കൂടുതൽ UDFന് കിട്ടി. അതേസമയം LDFന് 30,000 വോട്ട് കുറവാണ് കിട്ടിയത്. BJPക്ക് 8,000 വോട്ട് കുറഞ്ഞു. വോട്ടുകളുടെ കണക്ക് പറഞ്ഞാൽ, ശതമാനക്കണക്കിന് കണക്ക് പറഞ്ഞാൽ 2009 E. അഹമ്മദിന് 54.68% വോട്ട് കിട്ടിയത്. 54.68. അഹമ്മദിന് തന്നെ 2014 51.29 വോട്ടാണ് കിട്ടിയത്. കുഞ്ഞാലിക്കുട്ടിക്ക് 55.1. CPMന് TK ശേഖരം 11% വോട്ടാണ് കഴിഞ്ഞ തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ കിട്ടി. സൈനവയ്ക്ക് 28.14 എന്ന് പറഞ്ഞാൽ 11% വോട്ട് കുറവാണ്. അംസയ്ക്ക് അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 2009 കിട്ടിയത് 39.88. 2017 ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 36.68. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും പാർലമെൻറ്റ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വ്യക്തമായ ലീഡ് കാണാൻ കഴിയും UDFന്. വ്യക്തമായ കുറവ് LDFനും കാണാൻ കഴിയും. പിന്നെ അതിൽ തന്നെ ഇവിടെ പ്രബലമായിട്ടുള്ളൊരു സംസാരം ഈ നോട്ടയുടെ വോട്ടുകൾ കുറഞ്ഞത് CPMനെ പോയേക്കണേ എന്നാണ്. അതുപോലെ കാന്തപുരത്തിൻ്റെയും ഒരു ചെറിയ സഹായം CPMനുണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള അവിടുത്തെ നമ്മുടെ വർക്കേഴ്സിൻ്റെ ഇടയിലേക്കുള്ള സംസാരം. അതോടൊപ്പം ഉമ്രയ്ക്ക് കുറേയധികം ആളുകൾ പോവുകയും ചെയ്തു. ഈ 3 ഫാക്ടറും ഇന്ന് അവിടെ സംസാരിച്ചു വന്നപ്പോൾ ആ നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിലുണ്ടായ പ്രവർത്തകരുടെ അഭിപ്രായം ഇത് UDFൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പേഴ്സണൽ വ്യക്തിപരമായ ഒരു നേട്ടം മാത്രമല്ല, UDFൻ്റെ കൂട്ടായ്മയുടെ നേട്ടം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, UDFൻ്റെ കൂട്ടായ്മ തുടർന്നാൽ കേരളത്തെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ദയനീയമാണ്. സർക്കാരിൻ്റെ സ്ഥിതി അത് തന്നെ. ഒരു കാലത്തുമില്ലാത്ത ഘടകകക്ഷികൾ തമ്മിലുള്ള വളരെ പ്രത്യക്ഷത്തിലുള്ള വെല്ലുവിളികളും അതുപോലെ തന്നെ എതിർപ്പുകളും
മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള അച്യുതാനന്ദൻ്റെയും അതുപോലെ തന്നെ മണിയെ പോലെയുള്ള മന്ത്രിമാരുടെയും ഘടകകക്ഷി മന്ത്രിമാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ. ആ കെട്ടുറപ്പ്, ഇടതുപക്ഷ മുന്നണിയുടെ കെട്ടുറപ്പ് തീരെ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് അത് കാണിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. നാട്ടിലെ സ്ഥിതിവിശേഷം ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാലോ. രാഷ്ട്രീയ കൊലപാതകങ്ങളും ബന്ധു നിയമനങ്ങളും അതുപോലെ ജിഷ്ണുവധം, മഹിജ സമരം, അതോടൊപ്പം തന്നെ പോലീസിനെ സംബന്ധിക്കുന്നിടത്തോളം ആരുടെ ഒരു കൺട്രോള് അവർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ തോന്നിയോണമുള്ളവരുടെ പെരുമാറ്റം. ആഭ്യന്തരമന്ത്രിയുടെയൊക്കെ കൈവിട്ടുപോയി. മൂന്നാർ വിഷയം, ലോ കോളേജിൻ്റെ എറണാകുളം ലോ അക്കാഡമിയുടെ സമരം, രൂക്ഷമായ വിലക്കയറ്റം, ട്രഷറി സ്തംഭനം, ഒരു പൈസ ട്രഷറിയിലില്ല. ഇപ്പോൾ ഞാൻ തന്നെ രാവിലെ പോകുന്നപ്പോൾ ATM നിന്ന് കുറച്ച് പൈസ എടുക്കാൻ നോക്കി, 3 ATM നോക്കി, 3 പൈസ. അങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. കേരളത്തെക്കുറിച്ചുള്ള ഒരു സൽപ്പേരുണ്ടായിരുന്നു നമുക്ക്, സാക്ഷര കേരളം. ഈ 2 വയസ്സുള്ള കുട്ടികളെയും 3 വയസ്സുള്ള കുട്ടികളെയും 5 വയസ്സുള്ള കുട്ടികളെയും 8 വയസ്സുള്ള കുട്ടികളെയൊക്കെ ബലാത്സംഗത്തിൻ്റെ, അല്ലെങ്കിൽ ആ ബലാത്സംഗമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള വൃത്തികേട് ദിവസം പ്രതി നമ്മൾ പത്രത്തിൽ കാണും. ദിവസം പ്രതി ഒരു അറുതിയില്ല ഇതിന്. അതൊരു ഭാഗത്താണെങ്കിൽ 80 വയസ്സായതള്ളേ 85 വയസ്സായതള്ളേ ബലാത്സംഗം, അത് വേറൊരു ഭാഗത്ത്. സാക്ഷര കേരളം എന്ന് പറയുന്ന അത് നമ്മൾ ലജ്ജിക്കേണ്ടതാണ്. ആ നിലയിലേക്ക് നമ്മുടെ സാംസ്കാരിക മേഖല തകർന്നു. ഇതിനെതിരായിട്ടൊരു ജനമുന്നേറ്റം ഉണ്ടാകേണ്ടത് ആവശ്യം. നമ്മുടെ സാംസ്കാരിക നായകന്മാരൊന്നും മിണ്ടുന്നില്ല. ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാരുടെ നാക്ക് എവിടെ പോയി? ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങളും അതുപോലെ കുട്ടികളുള്ള ബലാത്സംഗവും, അവർക്കും ഇല്ല മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരക്ഷരം പെണ്ണി കാണുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഈ മറ്റ് പേപ്പറുകളൊക്കെ മറ്റേ ദേശീയ പത്രങ്ങളിലൊക്കെ വല്ലാണ്ട് ഹൈലൈറ്റ് ചെയ്ത വരുന്ന ന്യൂസുകളൊക്കെ. അപ്പോൾ ഈ വിവരങ്ങളിൽ ഇന്ത്യ മുഴുവൻ അറിയുന്നുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇങ്ങനെ എത്ര കാലം പോകാൻ കഴിയും എന്നുള്ളത് ഒന്നും പറയാൻ കഴിയില്ല. ഇതിലും ഒക്കെ വളരെ മിടുമിടുക്കന്മാരായിരുന്ന മന്ത്രിമാർ EMSൻ്റെ നേതൃത്വത്തിൽ കേരളം അറിയപ്പെടുന്ന ശക്തരും മിടുക്കന്മാരുമായ മന്ത്രിമാരാണ് അത്. പക്ഷേ അതോ 111 സീറ്റുണ്ടായിരുന്ന സംഭവം. രണ്ട് വർഷം തികയുന്നതിന് മുമ്പ് തമ്മിൽ തല്ലി ഞാനും 57-ലാണെങ്കിൽ പിന്നെ പറയാം കേന്ദ്രം പിരിച്ചു വിട്ടാന്ന് പറയാം. 67 തന്നെ പോയി. ഇവിടെയും അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ പറയില്ല, സംഭവിച്ചാൽ നമ്മൾ അതിശയപ്പെടേണ്ടതില്ല. കാരണം പോക്ക് ആ രീതിയിൽ.